ചന്ദ്രനെ കാണുന്ന ഗുഹാൻ ഭീകരമായ വാനര രൂപത്തിലേക്ക് മാറുന്നതും എനർജി അറ്റാക്കുകൾ ഉപയോഗിച്ച് അവിടെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഗുഹാനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പിക്കലോ എനർജി അറ്റാക്കുകൾ ഉപയോഗിച്ച് ചന്ദ്രനെ മുഴുവനായി നശിപ്പിക്കുന്നതും വീണ്ടും ഗുഹാൻ വാനര രൂപത്തിലേക്ക് മാറാതിരിക്കുവാൻ വേണ്ടി ഗുഹാന്റെ വാലുകൾ പറിച്ചു കളയുന്നതും ഗുഹാനെ മാജിക് ഉപയോഗിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിയിക്കുന്നതും ഇനി 6 മാസങ്ങൾക്ക് ശേഷമേ നമ്മൾ തമ്മിൽ കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് പിക്കലോ അവിടെ നിന്നും മടങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് കഥ ഇവിടെ ആരംഭിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി സയാൻ സാഗയുടെ 7ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. 6 മാസങ്ങൾ കടന്നു പോവുകയും രാത്രി വെളുത്ത് പവലാവുകയും പ്രകൃതിയിൽ തട്ടിത്തെറിച്ചു വരുന്ന സൂര്യപ്രകാശത്തിന്റെ ശോഭയിൽ ചില കൊടികളിൽ നിന്നും പലയിനം കുരുവികൾ എത്തിനോൽക്കുന്നതും ഒരു മലപ്പൊക്കിന്റെ മുകളിലെ മൺതിട്ടയിൽ നിന്നും ഗുഹാൻ ഞെരുവിളി കൊണ്ട് എഴുന്നേൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ തുടരുന്നത്. എഴുന്നേറ്റ ഉടനെ ഗുഹാൻ അവന്റെ വാളെടുത്ത് തോളിൽ ചാർത്തി ചിരട്ട കൊണ്ടുള്ള ഒരു തലക്കവചം അവന്റെ തലയിലും ചാർത്തി മലയുടെ മുകളിൽ നിന്നും താഴേക്കെടുത്ത് ചാടുകയും പണ്ട് മലയുടെ മുകളിൽ നിന്നും താഴേക്കുള്ള ആഴം കണ്ട് ഭയന്ന് വിറച്ചിരുന്ന ഗുഹാൻ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിസ്സാരമായി മലയിടുക്കുകളിലൂടെ ചാടി താഴേക്ക് കുതിക്കുകയും വളരെ വലിയ ഒരു ഇല പറിച്ചുകൊണ്ട് പാളയിലൂടെ തെന്നുമാതിരി ഇലയിൽ കൂടി തെന്നി താഴേക്ക് ഇറങ്ങുകയും വളരെ ഉല്ലാസത്തോടെ താഴ്വാരത്തിൽ ഇറങ്ങി ചിരിച്ചുകൊണ്ട് ഗുഹാൻ മുന്നോട്ട് കുതിച്ച് ഓടി ഒരു വളരെ വലിയ മരത്തിൽ ചെന്ന് തൊഴിക്കുകയും അതിന്റെ മുകളിൽ നിൽക്കുന്ന ആപ്പിളുകൾ പോലെയുള്ള കുറെ പഴങ്ങൾ താഴേക്ക് വീഴുകയും ആ പഴങ്ങളെല്ലാം തന്നെ അവൻ തലക്കവചമായി വെച്ചിരുന്ന ചിരട്ടയിലേക്ക് ശേഖരിക്കുകയും ഒരു മൺകുറ്റിയിൽ കയറിയിരുന്ന് അവ ഓരോന്നായി എടുത്ത് വളരെ വളരെ വേഗത്തിൽ കഴിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. പെട്ടെന്നൊരു നിലനടുക്കം ഉണ്ടാവുകയും ഗുഹാനെ തിന്നുവാനായി ദിനോസർ അവിടേക്ക് പാഞ്ഞലറി വിളിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നു. നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗുഹാൻ ചാടി എഴുന്നേറ്റ് അതിന്റെ മുന്നിൽ കൂടി ഓടുകയും കടിക്കാൻ വരുന്ന ദിനോസറിൽ നിന്ന് തെന്നിമാറി മുകളിലേക്ക് ഉയർന്ന് ചാടിക്കൊണ്ട് പുറകിൽ വെച്ചിരുന്ന വാള് ഉറയിൽ നിന്നും ഊരിക്കൊണ്ട് ദിനോസറിന്റെ പിറകിലേക്ക് ചാടി അതിന്റെ വാലിന്റെ ഒരു അംശം മുറിച്ചെടുക്കുകയും ഇന്നത്തേനുള്ള മീറ്റ് റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നിരുന്ന ഒരു തടിക്കഷ്ണത്തിലേക്ക് അവന്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് തീ ആളി പടർത്തുകയും ആ തീയിൽ ചുട്ടെടുത്ത് മീറ്റ് കഴിക്കുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. 6 മാസം കഴിഞ്ഞതിനാൽ ഗുഹാനെ തേടി വന്ന പിക്കലോ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇതെല്ലാം കാണുകയും കഴിഞ്ഞുപോയ 6 മാസം കൊണ്ട് ഗുഹാൻ വളരെയധികം ശക്തിശാലിയായി മാറുകയും ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന് അവൻ സർവൈവ് ചെയ്ത് സ്വമേധയെ കണ്ടുപിടിക്കുകയും ചെയ്തുവെന്നും ഏത് ദിനോസറിനെ കണ്ടാണോ അവൻ ആദ്യം പേടിച്ചു വരച്ചിരുന്നത് അതിനെ തന്നെ ഇന്ന് അവൻ ഭക്ഷണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത്രയ്ക്കും ധൈര്യശാലിയായി അവൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ വളരെ ശക്തനും ധൈര്യശാലിയുമായി അവൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് ശരിക്കുള്ള ട്രെയിനിങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത് എന്ന് പിക്കലോ ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നു. ശേഷം നമ്മൾ കാണുന്നത് ഗുഹാനെ പോലെ തന്നെ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് 6 മാസമായി ഗോകു നാഗപ്പാതയിൽ കൂടി തുടർച്ചയായി ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും നാളുകളേറെയായിട്ടും അന്തവും കുന്തവുമില്ലാതെ തുടർച്ചയായി ഓടിക്കൊണ്ടിരിക്കുന്ന ഗോകുവിന് മുന്നിലേക്ക് നീണ്ടു നീർന്നു കിടക്കുന്ന നാഗപ്പാതയല്ലാതെ മറ്റൊന്നും തന്നെ കാണുവാനും സാധിക്കുന്നില്ല. എന്നിട്ടും ലക്ഷ്യം കൈവിടാതെ മുന്നോട്ട് തന്നെ നോക്കി ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ശേഷം നമ്മൾ കാണുന്നത് അർദ്ധവൃത്താകൃതിയിലുള്ള കാമിസാമിയുടെ താവളവും അവിടെ പരിശീലനത്തിനായി എത്തിയ യാജിറോബിയും യാംജയും ക്രില്യനും ടിയാനും ജിയോഴ്സും നിൽക്കുന്നതാണ്. ശേഷം യാംജ വരാൻ പോകുന്ന 2 സയാന്മാരോട് ഫൈറ്റ് ചെയ്യുന്നത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല കൗതുകം തോന്നുന്നു എന്ന് പറയുകയും കാമിസാമ നമുക്ക് എത്തരത്തിലുള്ള ട്രെയിനിങ് ആണ് തരാൻ പോകുന്നത് എന്നതിലാണ് എനിക്ക് കൗതുകം എന്ന് ടിയാൻ പറയുകയും ചെയ്യും. നമ്മളെല്ലാവരും ഇപ്പോൾ ഒത്തുചേർന്ന് നന്നായെന്നും ഇത് കാലത്തിന്റെ വിധിയാണെന്നും നമുക്ക് വളരെ ശക്തരായി മാറണമെന്നും ക്രില്യൻ പറയുകയും ചെയ്യുന്നു. ശേഷം നമ്മൾ കാണുന്നത് പടക്കളത്തിൽ പിക്കലോയും ഗുഹാനും നേർക്കുനേർ നിൽക്കുന്നതും 6 മാസം കൊണ്ട് നീ വളരെയധികം ശക്തനായി മാറിയിട്ടുണ്ടെന്നും നിനക്കുള്ളിലെ വളരെ വലിയ ശക്തി എനിക്ക് ഉണരുവാൻ സാധിക്കുന്നുണ്ടെന്നും നിന്റെ മുഴുവൻ ശക്തി കൊണ്ട് എന്നെ ഇപ്പോൾ തന്നെ ആക്രമിക്കുമെന്ന് പിക്കലോ ഗുഹാനോട് പറയുകയും ഉടനെ തന്നെ ഗുഹാൻ വളരെയധികം ദേഷ്യത്തോടെ പാഞ്ഞു വരികയും പിക്കലോ ഗുഹാനെ ഒറ്റയ്ക്കോട്ട് ഇട്ടിട്ട് പോയതല്ല ഓർത്ത് വളരെയധികം അരിശത്തോടെ പലതരത്തിലുള്ള ആക്രമണങ്ങളിലൂടെയും അറ്റാക്കുകളിലൂടെയും പിക്കലോയ്ക്കെതിരെ വരുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ പിക്കലോയുടെ ദേഹത്ത് ഏൽക്കുകയോ തൊടാൻ പോലും സാധിക്കുകയോ ചെയ്യുന്നില്ല. ശ്രദ്ധ നഷ്ടപ്പെടുന്ന ഗുഹാനെ പിക്കലോ ദൂരേക്ക് അടിച്ചു പറത്തുകയും ഒരു നോക്ക് പോലും ശത്രുവിൽ നിന്നും നിന്റെ കണ്ണു മാറ്റരുതെന്ന് പറഞ്ഞ് ഉപദേശിക്കുകയും ചെയ്യുന്നു. പിന്നെയും ഗുഹാൻ അരിശത്തോടുകൂടി ഒന്ന് പലതരത്തിലുള്ള ആക്രമണങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും പിറകിലേക്ക് തെന്നിമാറി പിക്കലോ വീണ്ടും അടിച്ചു പറത്തുകയും ചെയ്യുന്നു. അത്രയ്ക്കും വേഗത്തിൽ വരുന്ന ഒന്നും തന്നെ അവന് കാണുവാൻ പറ്റുന്നില്ലെന്ന് ഗുഹാൻ പറയുകയും കേവലം കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രമല്ല ഉള്ളിൽ നിന്ന് ഉണരുന്നത് വെച്ചാണ് നീ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പിക്കലോ അയാളുടെ കണ്ണിൽ നിന്നും വരുന്ന ലേസർ ബീം ഉപയോഗിച്ച് ഗുഹാനെ ഷോക്ക് അടിപ്പിച്ച് നിർത്തിയിടുകയും ചെയ്യുന്നു. ശേഷം നാഗപ്പാതയിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഗോകുവിനെയാണ് കാണിക്കുന്നത്. എനിക്കിതുവരെ നാഗപ്പാതയുടെ അറ്റം കാണുവാൻ സാധിക്കുന്നില്ലെങ്കിലും വളരെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. എനിക്ക് വളരെ വേഗം തന്നെ എത്തുവാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വ എനർജിയും സമ്പാദിച്ചുകൊണ്ട് ഗോകു വീണ്ടും വേഗത്തിൽ ഓടുവാൻ ആരംഭിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് പരിശീലനത്തിനായി ക്രില്യൻ ടിയാൻസുവിനോടും യാംജ യാജിറോബിയോടും ജോൾസുവിനോടും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്നതുമാണ്. എല്ലാം കണ്ട് നിരീക്ഷിച്ചുകൊണ്ട് മിസ്റ്റർ പോപ്പോയും അതിന്
അതിനെല്ലാം തക്കവണ്ണം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കാമി എന്തോ നിരീക്ഷിച്ചുകൊണ്ട് നീക്കുകയും ചെയ്യുന്നു. ശേഷം നമ്മൾ കാണുന്നത് മുഴുവൻ എനർജിയും നഷ്ടമായ ഗോകു ഓടുവാനോ നടക്കുവാനോ പറക്കുവാനോ സാധിക്കാതെ പാമ്പടയുന്ന പോലെ പിടിച്ച് നാഗപാതയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നതാണ്. അതിന്റെ മുകളിൽ കയറി ഗോകുവിന് വളരെ സന്തോഷമാവുകയും നാഗപാതയുടെ വാലറ്റം കാണുവാൻ സാധിക്കുകയും ചെയ്യുന്നു. വാലറ്റം കണ്ട സന്തോഷത്തിൽ ഗോകു നാഗപാതയിൽ ഇരുന്ന് താഴേക്ക് തെന്നി നീങ്ങുകയും തെന്നിത്തെറിച്ച് വാലറ്റത്തിന് താഴേക്ക് വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ വിദഗ്ധമായി ഗോകു മുകളിലേക്ക് ചാടി കയറുകയും അവിടെ മുഴുവൻ നോക്കിയിട്ടും കായോസാമിയുടെ ലോകം കാണുവാൻ സാധിക്കാതെ കുഴങ്ങി നിൽക്കുകയും ചെയ്യുന്നു. മുകളിലേക്ക് നോക്കിയപ്പോൾ പച്ച നിറത്തിലുള്ള പന്ത് പോലെ എന്തോ ഒന്ന് കാണുകയും ഇതുതന്നെയായിരിക്കും കായോസാമയുടെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു പറന്നവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു. കായോസാമയുടെ താവളത്തിന് മുകളിലേക്ക് പറഞ്ഞു എന്ന ഗോകുവിനെ ഗുരുത്വാകർഷണ ബലം ആകർഷിക്കുകയും നിലത്തേക്ക് അടിച്ചിടുകയും ചെയ്യുന്നു. മുങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഗുരുത്വാകർഷണ ബലം ഉണ്ടായിരുന്ന അവിടെ വിചിത്രമായി ഗോകുവിന് തോന്നുകയും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. വളരെ ശക്തമായ രീതിയിൽ തന്നെ ഗുരുത്വാകർഷണ ബലം ഉണ്ടായിരുന്നിട്ടും ഗോകു അതിനെതിരെ പോരാടിക്കൊണ്ട് ഒരു തരത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുകയും പതുക്കെ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്നു. വളരെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് നിന്ന ഗോകു അടിവെച്ച് റോബോട്ട് നടക്കുന്ന പോലെ അവിടെ കാണുന്ന ഒരു വീട്ടിലേക്ക് ചെന്ന് കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. വീടിന്റെ പക്കത്ത് വരെ ചെന്ന് ഗോകു ദൂരത്തൊരു മരം കാണുകയും അതിൽ കാണുന്ന പഴങ്ങൾ കാണുമ്പോൾ ആദ്യം വിശപ്പടക്കം എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് മരത്തിൽ വലിഞ്ഞു കയറാൻ ശ്രമിക്കുകയും മരത്തിൽ കയറാൻ ശ്രമിക്കുമ്പോൾ വളരെ ശക്തമായി അവിടെ ഉണ്ടായിരുന്ന ഗുരുത്വാകർഷണ ബലം കാരണം ഗോകു താഴേക്ക് വീഴുകയും ചെയ്യുന്നു. തെന്നി വീഴുന്ന ഗോകു പിറകിൽ നോക്കുമ്പോൾ ഒരു കുരങ്ങനിരിക്കുന്നത് കാണുകയും നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ വളരെ ശക്തനാണ്, നിങ്ങൾ തന്നെയാവും കായോസാമ, എനിക്കൊന്ന് ട്രെയിനിങ് നൽകൂ എന്ന് പറഞ്ഞ് തല കൊമ്പിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഗോകു കുരങ്ങനോട് എനിക്ക് കുറച്ച് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു തരൂ, ഞാൻ സൺ ഗോകു ആണ്, അങ്ങയുടെ അടുത്ത് ട്രെയിനിങ്ങിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് കൈകോപ്പി കെഞ്ചുകയും ഉടനെ ചാടി എഴുന്നേൽക്കുന്ന കുരങ്ങൻ മുകളിലേക്ക് കൈകൾ നീട്ടി ഒരു വാനര നൃത്തം കാണിക്കുകയും അത് ട്രെയിനിങ് ആണെന്ന് കരുതി ഗോകു അത് അനുകരിച്ച് കുരങ്ങിനെ പോലെ മുകളിലേക്ക് കൈകൾ നീട്ടി ഡാൻസ് കളിച്ച് പുറകെ നടക്കുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊരു അശരീരി കേൾക്കുകയും ഗോകു ചുറ്റിനും നോക്കുകയും ചെയ്യുന്നു. ഗോകു തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യും കെട്ടി തടിച്ചുരുണ്ട ഒരാൾ അവിടെ നിൽക്കുകയും നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ഗോകുവിനോട് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് കേൾക്കുന്ന ഗോകു തിരിച്ച് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയും ഞാനാണ് കയ്യസാമ എന്ന് അയാൾ മറുപടി പറയുകയും അത് കേട്ട് ഗോകു ഞെട്ടിത്തിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗോകു കൈ ചൂണ്ടി ഇതാരാണ് എന്ന് കുരങ്ങനെ നോക്കി ചോദിക്കുകയും ഇതെന്റെ പെറ്റാണ് ബബിൾ കുഞ്ഞെന്ന് അയാൾ പറയുകയും ചെയ്യുന്നു. നീ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നതെന്ന് ഗോകുവിനോട് കായ് ചോദിക്കുമ്പോൾ ഞാൻ സൺ ഗോകു ആണ്, കാമിസാമ എന്നെ അങ്ങയിൽ നിന്നും ട്രെയിനിങ് നേടുന്നതിനായി ഇങ്ങോട്ട് അയച്ചതാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കായ് ഒന്ന് ഞെട്ടുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ വീണ്ടും കാണുന്നത് ഗുഹാനും പിക്കലോയും കൊടൂരമായ രീതിയിൽ പരിശീലനം ചെയ്യുന്നതും ഗുഹാൻ എടുത്തിട്ട് അടി വാങ്ങുന്നതുമാണ്. വിദഗ്ധമായ രീതിയിലൂടെ പിക്കലോയിൽ നിന്നും ഡിഫെൻഡ് ചെയ്യാൻ ഗുഹാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഫലവത്തായി നടക്കുന്നുമില്ല. പെട്ടെന്ന് കൈകൾ നീട്ടി ദൂരേക്ക് പിക്കലോ ഗുഹാനെ അടിച്ചു പറത്തുകയും ഇങ്ങനെയാണ് ഒന്ന് ഡിഫെൻഡ് ചെയ്യുന്നത്, എന്നെ കൂടുതൽ ശക്തിയിൽ ആക്രമിച്ചില്ലെങ്കിൽ എന്നെ ഉടനെ തന്നെ ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞ് ഗുഹാനെ പേടിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കായോസാമയുടെ അടുത്തേക്കുന്ന ഗോകുവിനെയാണ്. നിന്നെ ഞാൻ ഉറപ്പായും ട്രെയിനിങ് ചെയ്യാം, അതിനുവേണ്ടി പക്ഷേ നീ ചില ടെസ്റ്റുകൾ പാസ്സാകേണ്ടതുണ്ട്. നിനക്കെന്നെ ചിരിപ്പിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നിന്നെ ട്രെയിനിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നീ ഇപ്പോൾ തന്നെ വീട്ടിൽ തിരികെ പൊക്കോളാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഗോകു ചില തമാശകൾ പറയുകയും അത് കേട്ട് കായോസാമ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഗോകുവിനെ ട്രെയിനിങ് ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നു. നിന്നെ ട്രെയിനിങ് ചെയ്യുന്നതിന് വേണ്ടി നിനക്ക് എത്രമാത്രം കഴിവുകളുണ്ടെന്ന് ആദ്യം എനിക്ക് അറിയേണ്ടതുണ്ട്, അതിനുവേണ്ടി ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞ് കായോസാമ ഗോകുവിനോട് ഉയർന്ന് ചാടാൻ പറയുകയും ഗോകു വളരെ ഉയരത്തിൽ ഉയർന്നു ചാടിക്കൊണ്ട് ഈ ഗ്രാവിറ്റിയിൽ എനിക്ക് ഇത്രമാത്രം ഉയരത്തിലേ ചാടുവാൻ സാധിക്കുന്നുള്ളൂ, എന്നോട് ക്ഷമിക്കുക എന്ന് പറയുകയും ചെയ്യുന്നു. ഗോകു വളരെ ഉയരത്തിൽ ഉയർന്നു ചാടിയത് കണ്ട കായോസാമ അവന്റെ ഗ്രഹത്തേക്കാൾ 10 ഇരട്ടി ഗ്രാവിറ്റി കൂടുതലുള്ള ഈ ഗ്രഹത്തിൽ ഇത്രയും ഉയരത്തിൽ ഇവൻ ചാടിയെങ്കിൽ ഇവൻ നിസ്സാരക്കാരനല്ല, ഇവനുള്ളിൽ വളരെ വലിയ കഴിവുകളുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നു. ശേഷം നമ്മൾ അർത്ഥവൃത്താകൃതിയിലുള്ള കായിസാമിയുടെ ലോകത്തിലെ പരിശീലന രംഗങ്ങളാണ് കാണുന്നത്. യാജിറോബി ഒരു തെങ്ങിന്റെ ചുവട്ടിലിരുന്ന് ബിസ്ക്കറ്റുകൾ തിന്നുകൊണ്ടിരിക്കുന്നതും യാംജ ഒരു വിരളിൽ കുത്തിപ്പൊങ്ങി നിൽക്കുന്നതും ട്രില്യം വളരെ ഉയരത്തിൽ പൊങ്ങിച്ചാടി ഒരു തെങ്ങിൽ പോയി തൊടുകയും ഒരു തേങ്ങ വന്ന് യാജിറോബിയുടെ തലയിലേക്ക് വീഴുന്നതും ജോൾസോന്റെ എനർജി അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് കുറെ തെങ്ങുകൾ ഒരേ സമയം അടർത്തി വീഴ്ത്തുകയും ചെയ്യും. ടിയാൻസോന്റെ മൾട്ടിഫോം പവർ ഉപയോഗിച്ചുകൊണ്ടാവും പലരെ സ്പ്ലിറ്റായി നിന്ന് പരിശീലനം ചെയ്യുന്നതും കാണുവാൻ സാധിക്കുന്നു. ശേഷം നമ്മൾ കാണുന്നത് കായും ഗോകുവും കായോസാമയുടെ ലോകത്ത് വർത്തമാനം പറഞ്ഞു നിൽക്കുന്നതും നാഗപാതയിൽ കൂടി എത്ര മാസങ്ങൾ പിന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. ഭൂമി നശിപ്പിക്കുന്നതിന് വേണ്ടി ശക്തന്മാരായ 2 സയാന്മാർ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അവർ ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് ശക്തനായി മാറി ഭൂമിയിലേക്ക് തിരികെ ചെല്ലേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ എനിക്ക് പരിശീലനം നൽകി എന്നെ വളരെ വലിയ ശക്തനാക്കി മാറ്റണമെന്ന് ഗോകു കായിയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും നിന്നെ ഞാൻ ട്രെയിനിങ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കായോസാമ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ എബിലിറ്റി പവർ ഉപയോഗിച്ചുകൊണ്ട് 2 ക്യാപ്സൂളുകളിലൂടെ ഭൂമിയിലേക്ക് പറന്നു വരുന്ന സയന്മാരെ ലൊക്കേറ്റ് ചെയ്യുകയും അവരിനി ഭൂമിയിലേക്ക് എത്താൻ 158 ദിവസം മിച്ചമുണ്ടെന്ന് ഗോകുവിനോട് പറയുകയും ചെയ്യും. പക്ഷേ നിനക്ക് ഉറപ്പായി അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ രണ്ടുപേരും എന്നേക്കാൾ വളരെ ശക്തന്മാരാണ്. നിനക്ക് അവരെ തോൽപ്പിക്കണമെങ്കിൽ നീ എന്നേക്കാൾ പവർ സർപ്രാസ് ചെയ്യണമെന്ന് കായോസാമ ഗോകുവിനോട് പറയുകയും ചെയ്യും. എന്താണ് അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ടതെന്ന് ഗോകു കായോസാമയോട് ചോദിക്കുകയും ഇന്നു മുതൽ 158 ദിവസത്തേക്ക് ഞാൻ പറയുന്ന പോലെ മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ് ഗോകുവിനോട് ഓരോരോ നിർദ്ദേശങ്ങൾ കായോസാമ പറയുകയും ചെയ്യും. ഉടൻ തന്നെ കായോസാമ ബബിൾ കുഞ്ഞെന്ന് കുരങ്ങിനെ വിളിക്കുകയും ആദ്യം തന്നെ നീ ഇവിടുത്തെ ഗ്രാവിറ്റിയെ തോൽപ്പിക്കേണ്ടതുണ്ട്, ഈ പരീക്ഷണത്തിൽ നീ വിജയിക്കുന്നതിന് വേണ്ടി കുരങ്ങിനെ എത്രയും വേഗം പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ബബിൾ കുഞ്ഞിനോട് ഓടാൻ പറയുകയും ഗോകുവിനോട് അതിനോട് പിടിച്ചുകൊണ്ട് വരാൻ പറയുകയും ചെയ്യും. അവിടുത്തെ ഗ്രാവിറ്റിയിൽ നിർപ്രയാസം വളരെ വേഗത്തിലോടുന്ന കുരങ്ങിനെ പിടിക്കാൻ വേണ്ടി ഗോകു വളരെ പ്രയാസപ്പെട്ട് അടിവെച്ച് കുരങ്ങിനെ നോക്കി പതുക്കെ നീങ്ങാൻ
ഒരുങ്ങാൻ തുടങ്ങുകയും 158 ദിവസം കൊണ്ട് എനിക്ക് വളരെ സ്ട്രോങ് ആയി മാറണം, എന്റെ ഭൂമിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗോക്കു മുന്നോട്ട് നീങ്ങുകയും വളരെ പ്രയാസം അനുഭവപ്പെടുന്നില്ല. ഗോക്കുവിന്റെ ഭാരം കൂടിയ മേൽവസ്ത്രങ്ങളും ഭാരം കൂടിയ ഷൂ അഴിച്ചു മാറ്റി കുരങ്ങിന് നേരെ പതുക്കെ ആശ്വാസത്തോടെ ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഗോക്കു അണിഞ്ഞിരുന്നത് ഭാരം കൂടിയ വസ്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന കായോ ഇവൻ ഇത്രയും ഭാരമുള്ള വസ്ത്രങ്ങളിട്ടാണ് ഇതിൽ നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇവൻ നിസ്സാരക്കാരനല്ല, ഇവനുള്ളിൽ എന്തോ വലിയ ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഗോക്കു പവിൾക്കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി പുറകെ എത്തി ഓടുകയും അത് കണ്ട് കയ്യാസാമ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. 1000 സബ്സ്ക്രൈബുകൾ നേടുവാനുള്ള യാത്രയിലേക്ക് ഒരു സബ്സ്ക്രൈബ് നൽകി സഹകരിക്കുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോകളും കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.